Hello my dear students. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ആണ് ആന്റി ഫംഗൽ ഡ്രഗ്സ്. ഫംഗൽ ഇൻഫെക്ഷൻസിനെ പറയുന്നതാണ് മൈക്കോസിസ്. അതിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫംഗൽ സെൽ വാൾ വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു സെൽ വാൾ ആണ്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് chitin followed by a cell membrane which is composed of ergosterol. ഫംഗൈനെ 4 ഗ്രൂപ്പ് ആക്കിയിട്ടാണ് ക്ലാസ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ yeast, second one yeast like fungi, then molds, dimorphic fungi. Most of the fungal infections opportunistic ആണ്. അതായത് ഇമ്മ്യൂൺ സിസ്റ്റം or immunity വളരെ വീക്ക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻസിലാണ് ഫംഗൽ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് കാണുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ടേബിൾ കാണാം. ആ ടേബിളിൽ ഫംഗൽ ഇൻഫെക്ഷൻസും ഇറ്റിയോളജിക്കൽ ഏജൻസും ആണ് ഉള്ളത്. ഫസ്റ്റ് മൈസെറ്റോമ caused by Medullera myxomatosis. Mycetoma is a chronic suppurative infection involving limb, shoulder and other tissues. Aspergillosis, Aspergillus fumigatus, Aspergillus flavor, Aspergillus niger. Aspergillosis mainly lungs നെ affect ചെയ്യുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. ആൻഡ് അത് വളരെ ഫാറ്റൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇൻവേസീവ് ആസ്പെർജിലോസിസ് എന്ന് പറയുന്നുണ്ട്. ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിലാണ് ഇത് കാണുന്നത്. Blastomycosis, etiological agent Blastomyces dermatitis. ഈ ഒരു ഫംഗൽ സ്പോർസ് ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ഉണ്ടാവുന്ന ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ബ്ലാസ്റ്റോമൈക്കോസിസ്. നെക്സ്റ്റ് കാൻഡിഡിയാസിസ്, കാൻഡിഡ ആൽബിക്കൻസ്. കാൻഡിഡിയാസിസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു മോസ്റ്റ് കോമൺലി കാണുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് കാൻഡിഡിയാസിസ്. ഇതൊരു ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ തന്നെ, ആ ഒരു ഇതിൽ പെട്ട ഒരു ഇൻഫെക്ഷൻ തന്നെയാണ്. ഇത് കോസ് ചെയ്യുന്നത് കാൻഡിഡ ആൽബിക്കൻസ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് കാൻഡിഡിയാസിസിൽ വരുന്നത്? ഓറൽ ത്രഷ്, അതായത് ബക്കൽ മ്യൂക്കോസ, ദെൻ ടങ്, സോഫ്റ്റ് പലറ്റ്, ഇതിനൊക്കെ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ഓറൽ ത്രഷ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വെജൈനൽ കാൻഡിഡിയാസിസ്, വെജൈനയെ ഇൻഫെക്ട് ചെയ്യുന്ന അവിടെ ഉണ്ടാവുന്ന ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. ആൻഡ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ തിക്ക് വൈറ്റ് ആൻഡ് കേർഡി ഡിസ്ചാർജ് ഉണ്ടാവുന്നു. പ്രൂറൈറ്റിസ് ഓൾസോ കോസ് ചെയ്യുന്നു. ആൻഡ് അത് എക്സ്റ്റെൻഡ് ചെയ്ത് വൾവയിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വൾവോ വെജൈനൈറ്റിസും എന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെയുള്ള നെക്സ്റ്റ് കാൻഡിഡിയാസിസ് ആണ്. ദെൻ ക്യൂട്ടേനിയസ് കാൻഡിഡിയാസിസ് ഉണ്ട്. നെയിൽസിനെയും ഗ്രോയിൻസിലും ഒക്കെ എഫക്ട് ചെയ്യുന്നതാണ് ക്യൂട്ടേനിയസ് കാൻഡിഡിയാസിസ്. നെക്സ്റ്റ് സിസ്റ്റമിക് കാൻഡിഡിയാസിസ്, വളരെ ഇൻവേസീവ് ആയിട്ട്, അതായത് സിസ്റ്റമിക് എന്ന് പറയുമ്പോൾ ഇന്റേണൽ ഓർഗൻസിന് വരെ എഫക്ട് ചെയ്യുന്നത് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡിയാസിസ്, ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണിത്. നെക്സ്റ്റ് കോക്സിഡൈഡോമൈക്കോസിസ്. കോസേറ്റീവ് ആയിട്ടുള്ളത് ഇറ്റിയോളജിക്കൽ ഏജന്റ് കോക്സിഡൈഡോസ് ഇമ്മിറ്റസ് ആണ്. യൂഷ്വലി ലങ്സിനെ തന്നെയാണ് എഫക്ട് ചെയ്യുന്നത്. ദെൻ ക്രിപ്റ്റോകോക്കോസിസ്, ക്രിപ്റ്റോകോക്കസ് നിയോഫോർമൻസ്. ദെൻ ഹിസ്റ്റോപ്ലാസ്മോസിസ്, ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലാറ്റം. ദെൻ ലാസ്റ്റ് സൂപ്പർഫിഷ്യൽ മൈക്കോസിസ്. ഡെർമറ്റോഫൈറ്റ്സ് ആണ് സൂപ്പർഫിഷ്യൽ മൈക്കോസിസ് കോസ് ചെയ്യുന്നത്. മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റോൺ ആൻഡ് എപ്പിഡെർമോഫൈറ്റോൺ ആണ് ഇവിടുത്തെ എറ്റിയോളജിക്കൽ ഏജൻസ്. ഇതിന് ഡെർമറ്റോഫൈറ്റോസിസ് എന്നും പറയുന്നുണ്ട്. നമുക്കിത് കൂടുതൽ തെറാപ്യൂട്ടിക്, ഈ ഒരു ടേംസ് ഒക്കെ നമ്മൾ തെറാപ്യൂട്ടിക് യൂസസിൽ, ഓരോ ഡ്രഗ്സിന്റെ തെറാപ്യൂട്ടിക് യൂസസിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം. എങ്ങനെയാണ് ഫംഗൽ ഡ്രഗ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്നും ആ ഒരു ഏതൊക്കെയാണ് ഡ്രഗ്സ് എന്നുള്ളതും നമുക്ക് നോക്കാം. Inhibition of fungal cell wall synthesis. Echinocandins, caspofungin, micafungin, anidulafungin. Next, bind to fungal cell membrane ergosterol and increase membrane permeability. Pauline groups, amphotericin B and nystatin. Inhibition of ergosterol plus lanosterol synthesis. Allylamine group, terbinafine. Inhibition of ergosterol synthesis, azole group,
includes ketoconazole, fluconazole, itraconazole, voriconazole, posaconazole. Also includes some topical azoles also. Inhibition of nucleic acid synthesis. 5-flucytosine, disruption of mitotic spindle and inhibition of fungal mitosis, griseofulvin. And last, miscellaneous topical agents. Tolnaphthate, undesiretinic acid, benzoic acid, quinidochlor, cyclopyroxolamine, butanafine, sodium thiosulfate, and also includes some topical azoles. ഈ ഒരു ക്ലാസിഫിക്കേഷൻ മെക്കാനിസം ഓഫ് ആക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ തന്നെ പഠിച്ചാൽ തന്നെ മെക്കാനിസം ഓഫ് ആക്ഷനും സിമ്പിൾ ആണ്, പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാനും പറ്റും. ഡ്രഗ്സ് ടു ട്രീറ്റ് സിസ്റ്റമിക് ഫംഗൽ ഇൻഫെക്ഷൻ. നമുക്കിനി കുറച്ച് ഏതൊക്കെയാണ് ഫംഗൽ, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫംഗൽ ഇൻഫെക്ഷൻസിന് ഏതൊക്കെ ഡ്രഗ്സ് ആണ് ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പൊ ഡ്രഗ്സ് ടു ട്രീറ്റ് സിസ്റ്റമിക് ഫംഗൽ ഇൻഫെക്ഷൻ. സിസ്റ്റമിക് ഫംഗൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇന്റേണൽ ഓർഗൻസിനെ വരെ അഫക്ട് ചെയ്യുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ് സിസ്റ്റമിക് ഫംഗൽ ഇൻഫെക്ഷൻസ്. ഇതിന് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് എക്കിനോകാന്റിൻസ്, ആംഫോടെറിസിൻ ബി, ketoconazole, fluconazole, voriconazole, posaconazole, flucytosine. Drugs given systemically for treating superficial infection. Superficial infections treat ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റമിക്കലി ആയിട്ട് കൊടുക്കുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതാണ് ഗ്രീസിയോഫൾവിനും ടെർബിനാഫിനും. ടോപ്പിക്കലി യൂസ്ഡ് ആന്റി ഫംഗൽ ആണ് ഈ കൊടുത്തിരിക്കുന്ന ഡ്രഗ്സുകൾ. നൈസ്റ്റാറ്റിൻ, topical azoles ഉണ്ട്, topical allylamines ഉണ്ട്, then tolnaphthate, undesiretinic acid, benzoic acid, quinidochlor, cyclopyroxolamine, sodium thiosulfate. Echinocandins. First classification ല് പറഞ്ഞിരുന്നു echinocandins. Here inhibition of fungal cell wall synthesis. ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് കാസ്പോഫഞ്ചിൻ, മൈക്കാഫഞ്ചിൻ, അനിഡുലാഫഞ്ചിൻ. മെക്കാനിസം ഓഫ് ആക്ഷൻ ഇവിടെ ഫംഗൽ സെൽ വാൾ സിന്തസിസിനെ എഫക്ട് ചെയ്യുന്നു, സെൽ വാളിനെ ലൈസിസ് ചെയ്യുന്നു ബൈ ഇൻഹിബിറ്റിംഗ് the synthesis of 1,3-beta-glucan. 1,3-beta-glucan എന്ന് പറയുന്നത് ഫംഗൽ സെൽ വാളിന്റെ എസെൻഷ്യൽ കമ്പോണന്റ് ആണ്. ഈ 1,3-beta-glucans സിന്തസിസിനെ ഇവിടെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് സെൽ വാൾ ഡിസ്റപ്റ്റ് ചെയ്യുന്നു, or സെൽ വാൾ ലൈസിസ്. ഹിയർ സെലക്റ്റീവ് ടോക്സിസിറ്റി, ഇവിടെ ഫംഗൽ സെല്ലിനെ ഫംഗൈനെ മാത്രമേ എഫക്ട് ചെയ്യുന്നുള്ളൂ, ഹോസ്റ്റിന്റെ സെൽസിനെ എഫക്ട് ചെയ്യുന്നില്ല. Then therapeutic use, invasive aspergillus infection, candidiasis. Adverse effects, thrombophlebitis, abnormal liver functions, headache, rashes. Micafungin, anidulafungin, these are the more potent analogues of caspofungin. Amphotericin B, Pauline group, and is chemically large lactone ring with several conjugated bonds. Mechanism of action. Amphotericin B ergosterolലോട്ട് പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു. എർഗോസ്റ്റെറോൾ എന്ന് പറയുന്നത് ഫംഗൽ സെൽ മെംബ്രെയിനിൽ കാണുന്നതാണ്. അപ്പൊ ഈ ഒരു എർഗോസ്റ്റെറോളിനെ ബൈൻഡ് ചെയ്യുമ്പോൾ അവിടെ ഫംഗൽ സെൽ മെംബ്രെയിന്റെ പെർമിയബിലിറ്റിനെ എഫക്ട് ചെയ്യുന്നു. അങ്ങനെ അവിടെ ചാനൽസോ പോഴ്സോ ഫോം ചെയ്തിട്ട് പൊട്ടാഷ്യം, സോഡിയം, മഗ്നീഷ്യം, ഹൈഡ്രജൻ ആൻഡ് മാക്രോമോളിക്യൂൾസ് ഒക്കെ ലീക്ക് ഔട്ട് ആകുന്നു. ആൻഡ് ഫൈനലി സെൽ ഡെത്ത്. Pharmacokinetics. Poorly absorbed from GIT, widely distributed, metabolized by liver, slowly excreted by kidney, and plasma half-life is about 15 days. Therapeutic use, to treat serious disseminated yeast group and mold group of fungal infection in immunocompromised hospitalized patients.
ഇമ്മ്യൂണിറ്റി വളരെയധികം വീക്കായ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിൽ കാണപ്പെടുന്ന സിവിയർ ആയിട്ടുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ്, ഈസ്റ്റോ മൗൾട്ടോ ആ ഗ്രൂപ്പിൽപ്പെട്ട ഫംഗൽ ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സൂപ്പർഫിഷ്യൽ കാൻഡിഡിയാസിസ്, അതിന്റെ ഒരു ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻവേസീവ് ആസ്പെർജില്ലോസിസ്, മ്യൂക്കോർമൈക്കോസിസ്, then rapidly progressing histoplasmosis, then coccidioidomycosis, meningeal coccidioidomycosis, and for paracoccidioidomycosis, rapidly progressing blastomycosis, non-AIDS cryptococcal meningitis, and also for as a topical use. Superficial candidiasis എന്ന് പറയുന്നത് it is a fungal infection caused by Candida albicans, mainly cutaneous tissues നെയാണ് affect ചെയ്യുന്നത്. Invasive aspergillosis എന്ന് പറയുന്നത് is also a fungal infection. Aspergillosis is a fungal infection caused by a fungi Aspergillus, mainly lungs നെയാണ് affect ചെയ്യുന്നത്. Invasive aspergillosis എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി worst ആയിട്ടുള്ള condition ആണ്, വളരെ fatal ആയിട്ടുള്ള ഒരു condition ആണ്. Immunosuppressed ആയിട്ടുള്ള പേഷ്യൻസിലാണ് ഇത് കൂടുതലും കാണുന്നത്. Mucormycosis again lungs നെ affect ചെയ്യുന്ന ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. Then disseminated rapidly progressing histoplasmosis. Histoplasmosis cause ചെയ്യുന്നത് അത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. It is caused by inhaling Histoplasma capsulatum fungal spores. ഒരു ഫംഗൽ സ്പോർസ് ഇൻഹേൽ ചെയ്തുകൊണ്ട് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ്. ഇതിന്റെ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസിന്റെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല അതിന്റെ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഈ ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്. Coccidioidomycosis, meningeal coccidioidomycosis, and for paracoccidioidomycosis. Coccidioidomycosis is also a fungal infection caused by the fungi Coccidioidomycetes. Coccidioidomycetes എന്ന് പറയുന്ന ഫംഗസ് കോസ് ചെയ്യുന്ന ഇൻഫെക്ഷൻ ആണ്. മെയിൻലി ലങ്സിനെയാണ് എഫക്ട് ചെയ്യുന്നത്. പാരാകോക്സിഡയോമൈക്കോസിസ് എന്ന് പറയുന്നത് പാരാകോക്സിഡയോഡ്സ് കോസ് ചെയ്യുന്ന ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. റാപ്പിഡ്ലി പ്രോഗ്രസീവ് ബ്ലാസ്റ്റോമൈക്കോസിസ്. Blastomycosis, it is a fungal infection caused by inhaling Blastomyces dermatitis spores. Then non-AIDS cryptococcal meningitis. Cryptococcal meningitis എന്ന് പറയുന്നത് it is a fungal infection caused by Cryptococcus neoformans causing meningitis. Then topical use oropharyngeal candidiasis caused by Candida albicans cause ചെയ്യുന്ന infection ആണ്. Cutaneous and candidiasis. Cutaneous candidiasis is also caused by Candida albicans. Then mycotic corneal ulcers. Then keratitis. Keratitis എന്ന് പറയുന്നത് inflammation caused affected at the cornea of the eye. Nephrotoxicity, most common ആയിട്ട് കാണുന്ന ഒരു toxicity ആണ് nephrotoxicity. Then hypochromic normocytic anemia, arachnoiditis, arachnoid membrane അവിടെ കാണുന്ന inflammation ആണ് arachnoiditis. ഇൻട്രാതീക്കൽ അഡ്മിനിസ്ട്രേഷനിലാണ് ഈ ഒരു arachnoiditis എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നത്. സ്പൈനൽ നെർവ്സിനെ കവർ ചെയ്യുന്ന പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ് arachnoid. അതിനുണ്ടാവുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണ് arachnoiditis. Then hepatic impairment with jaundice. Then infusion related toxicity. Infusion related toxicity, it is manifested as chills, tachypnea, fever, vomiting, hypotension, and some case anaphylaxis. ഈ ഒരു റിയാക്ഷൻസ് കോർട്ടിക്കോസ്റ്റിറോയിഡ്സോ പാരസെറ്റമോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആന്റിഹിസ്റ്റമിക് ഡൈഫെൻഹൈഡ്രമിൻ പൊട്ടാഷ്യം സപ്ലിമെന്റ്സ് ഒക്കെ കൊടുത്തിട്ട് മാനേജ് ചെയ്യാവുന്നതാണ്. മറ്റ് ആന്റി ഫംഗൽ ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ആംഫോടെറിസിൻ ബി മോസ്റ്റ് ടോക്സിക് ആയിട്ടുള്ള ആന്റി ഫംഗൽ ആണ്. സോ ഇതിനൊരു ആംഫോടെറിബിൾ ഡ്രഗ് എന്നുള്ള ലേബിളാണ് ഉള്ളത്. ആംഫോടെറിബിൾ ഡ്രഗ്. ഫ്ലൂസൈറ്റോസിനും ആംഫോടെറിസിനും ബിയും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു സിനർജിസ്റ്റിക് ആക്ഷൻ ആണ് കാണുന്നത്. ആംഫോടെറിസിൻ ബി
ഫ്ലൂസൈറ്റോസിന് ഫംഗൽ സെല്ലിലോട്ട് പോകുന്നതിനുള്ള ആ ഒരു പെർമിയബിലിറ്റീനെ നല്ലപോലെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ആംഫോടെറിസിൻ ബി. അതുകൊണ്ട് തന്നെ ഇവിടെ സിനർജിസ്റ്റിക് ആക്ഷൻ ആണ് കാണുന്നത്. ഇനി അമിനോഗ്ലൈക്കോസൈഡ് വേറെ നെഫ്രോട്ടിക് ഡ്രഗ്സ് എങ്ങാനും ഈ ഒരു ആംഫോടെറിസിൻ ബിയുടെ കൂടെ കൊടുക്കുകയാണെങ്കിൽ റീനൽ ടോക്സിസിറ്റി എൻഹാൻസ് ചെയ്യുന്നു. Then diuretics എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ it should be avoided. Diuretics അങ്ങനെ ഈ ഒരു ആംഫോടെറിസിൻ ബിയുടെ കൂടെ അങ്ങനെ കൊടുക്കരുത്. Topically used choline antifungal drug. Mechanism, it is similar to amphotericin B. Candidal infections ആണ് യൂസ് ചെയ്യുന്നത്. And oral use it has a bitter and foul taste. Griseofulvin, it is a heterocyclic benzofuran. It is also a fungistatic drug derived from Penicillium griseofulvum. Mechanism of action, disruption of mitotic spindle and eventually stops fungal mitosis at metaphase. It also binds to newly synthesized keratin, which makes resistant to fungal invasion. Griseofulvin ട്യൂബുലിനിലോട്ട് പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് അവിടെ മൈക്രോട്യൂബുലിന്റെ ഫംഗ്ഷനെ ഇന്റർഫിയർ ചെയ്യുന്നു ആൻഡ് ദെർബൈ മൈറ്റോട്ടിക് സ്പിൻഡലിന്റെ ഒരു അസംബ്ലിനെ തന്നെ ഡിസ്റപ്റ്റ് ചെയ്യുന്നു ആൻഡ് ഇവിടെ ഫംഗൽ മൈറ്റോസിസ് സ്റ്റോപ്പ് ആവുന്നു. ഇതാണ് ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ട്യൂബുലിൻ എന്ന് പറയുന്നത് ഒരു ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആണ്. അവർക്ക് ആൽഫ ആൻഡ് ബീറ്റ ട്യൂബുലിൻസ് ഉണ്ട്. അവർ പോളിമറൈസ് ചെയ്തിട്ട് മൈക്രോട്യൂബ്യൂൾസ് ഫോം ചെയ്യുന്നു. ഈ മൈക്രോട്യൂബ്യൂൾസ് ആണ് ഒരു സെല്ലിന്റെ ഇന്റർക്രിറ്റിംഗ് ഫംഗ്ഷൻ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു മൈക്രോട്യൂബ്യൂൾസിന്റെ ഫംഗ്ഷനെയും ഇന്റർഫിയർ ചെയ്യുമ്പോൾ ഇവിടെ മൈറ്റോട്ടിക് സ്പിൻഡിൽസിനെയും അത് എഫക്ട് ചെയ്യുന്നു. അപ്പോൾ ആ മൈറ്റോട്ടിക് സ്പിൻഡിൽ അവർ അസംബ്ലിനെ തന്നെ ഡിസ്റപ്റ്റ് ചെയ്തിട്ട് മൈറ്റോസിസ് അവിടെ സ്റ്റോപ്പ് ആകുന്നു. ഇവിടെ കെരാറ്റിനിലോട്ടും ഇത് ബൈൻഡ് ചെയ്യുന്നുണ്ട്. ഡ്രഗ് ന്യൂലി സിന്തസൈസ്ഡ് ആയിട്ടുള്ള കെരാറ്റിനിലോട്ടും ബൈൻഡ് ചെയ്തിട്ട് ആ ഒരു ഏരിയനെ ഫംഗൽ ഇൻഫെക്ഷനിൽ നിന്നും റെസിസ്റ്റന്റ് ആക്കി വെക്കുന്നുണ്ട്. തെറാപ്യൂട്ടിക് യൂസ്, dermatophytosis. Dermatophytosis is caused by dermatophytes. Dermatophytes എന്ന് പറയുന്നത് ഒരു എയറോബിക് ഫംഗീസ് ആണ്. അവര് സ്കിന്നിലും ഹെയറിലും നെയിലിലും ഒക്കെ ഈ ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നു. ആ ഒരു ഓർഗാനിസംസ് ആ ഒരു പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റോൺ ആൻഡ് എപ്പിഡെർമോഫൈറ്റോൺ. ഇതാണ് ഡെർമോഫൈറ്റ്സിൽ വരുന്ന ആ ഒരു ഓർഗാനിസംസ്. അഡ്വേഴ്സ് എഫക്ട്സ്, ഹെഡേക്ക്, നോസിയ, വോമിറ്റിംഗ്, ഫോട്ടോസെൻസിറ്റിവിറ്റി. ഇവിടെ ഡോസ് 500 to 1000 mg per day in 2 divided dose orally. ഇതാണ് ഇവിടുത്തെ റെക്കമെൻഡഡ് ഡോസ്. റെക്കമെൻഡഡ് ഡോസ് 500 to 1000 mg per day in 2 divided dose orally. Terbinafine. It is a synthetic allylamine group of antifungal agent. Pharmacokinetics, oral bioavailability is 50 to 70%. Highly lipophilic and keratophilic, resulting in high concentration in stratum corneum, sebum, hair and nails. It has prolonged terminal half-life of about 15 days. Mechanism of action. Terbinafine fungal enzyme squalene epoxidase inhibit ചെയ്യുന്നു and thereby causes reduced lanosterol production and decreased ergosterol biosynthesis. Squalene lanosterol ആയിട്ട് convert ചെയ്യുന്നത് it is by an enzyme squalene epoxidase. ഈ ഒരു എൻസൈമിനെയാണ് ഇവിടെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഫംഗൽ എൻസൈമിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. സോ അവിടെ ഒരു ലാനോസ്റ്റിറോളിന്റെ പ്രൊഡക്ഷനിൽ റിഡക്ഷൻ ഉണ്ടാകും. ലാനോസ്റ്റിറോൾ ആണ് ഒരു സെല്ലിന്റെ ഇന്റഗ്രിറ്റിംഗ് ഫംഗ്ഷൻ ഒക്കെ എഫക്ട് ചെയ്യുന്നതാണ്, കീപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഒരു ലാനോസ്റ്റിറോളിന്റെ പ്രൊഡക്ഷൻ അത് എഫക്ട് ചെയ്യുമ്പോൾ അവിടെ സെൽ ഇന്റഗ്രിറ്റിംഗ് ഫംഗ്ഷനും എഫക്ട് ചെയ്യുന്നു. അതുപോലെ ലാനോസ്റ്റിറോളിൽ നിന്നാണ് പിന്നീട് എർഗോസ്റ്റിറോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എർഗോസ്റ്റിറോളിന്റെ ബയോസിന്തസിസിനെയും ഇവിടെ എഫക്ട് ചെയ്യുന്നു.
Therapeutic uses onychomycosis. Nailsil കാണുന്ന infection ആണ് onychomycosis, especially in toenail. Orally ആയിട്ടാണ് കൊടുക്കുന്നത്. Tinea infections topically. Tinea infections include athlete's foot, ringworm infections. Adverse effect, headache, GIT, upset. Azoles are synthetic antifungal with broad spectrum fungistatic or fungicidal properties. Azoles രണ്ട് types ആണ്. Imidazole group ഉണ്ട്, triazole group ഉണ്ട്. Imidazole group എന്ന് പറയുമ്പോൾ 2 nitrogen in the azole ring. Triazole group 3 nitrogens in the azole group. Imidazole ഗ്രൂപ്പിൽ വരുന്ന ഒരു systemic infections യൂസ് ചെയ്യുന്നതാണ് mechanism of action. They bind to fungal cytochrome P450 dependent 14-alpha demethylase enzyme, stops ergosterol synthesis and cause damaged leaky fungal cell membrane. They also inhibit fungal respiration and hence blockade of respiratory chain electron transport occurs. Here azoles cytochrome P450 dependent ആയിട്ടുള്ള 14-alpha methylase demethylase enzymeലോട്ട് വന്ന് bind ചെയ്യുന്നു. അങ്ങനെ ലാനോസ്റ്റിറോൾ എർഗോസ്റ്റിറോൾ ആവാനുള്ള ഒരു ലാനോസ്റ്റിറോളുടെ ഡീമീഥൈലേഷൻ നടന്നിട്ട് എർഗോസ്റ്റിറോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഓർ എർഗോസ്റ്റിറോളുടെ ബയോസിന്തസിസിൽ വരുന്ന ഒരു സ്റ്റെപ്പാണിത്. അപ്പോൾ അതിൽ വരുന്ന ഒരു എൻസൈം ആണ് 14-alpha demethylase enzyme. ആ ഒരു 14-alpha demethylase enzyme ബൈൻഡ് ചെയ്തിട്ട് അവിടെ എർഗോസ്റ്റിറോളുടെ സിന്തസിസിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ഒരു ഫംഗൽ സെൽ മെംബ്രെയിൻ ഡാമേജ്ഡ് ആവുന്നു. ഇവിടെ ഫംഗൽ റെസ്പിറേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അവര് റെസ്പിറേറ്ററി ചെയിൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിനെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊരു എയറോബിക് കണ്ടീഷൻസിലാണ് ഈ ഒരു ഫംഗൽ റെസ്പിറേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. Ketoconazole, it is well absorbed from GIT. Better absorption takes place in acidic pH. Distributed to most body compartments, metabolized in liver, excreted in bile. Then distribution CSF ലോട്ട് penetrate ചെയ്യുന്നില്ല. ഫംഗൽ മെനിഞ്ചൈറ്റിസിന്റെ കേസസിൽ അതുകൊണ്ട് ഈ ഒരു ഡ്രഗ് ഇഫക്റ്റീവ് അല്ല. Then plasma half life 8 to 10 hours ആണ്. യൂസ് orally administer ചെയ്യുന്നുണ്ട് ketoconazole. Dermatophytosis കണ്ടീഷനിൽ ketoconazole എഫക്റ്റീവ് ആണ്. Then Griseofulvin alternative ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് restricted uses ആണ് ketoconazole because of its potential adverse effects. ലോഷൻ ആയിട്ടും ഷാംപൂ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. Adverse effects: nausea, vomiting, anorexia. These side effects can be minimized by taking ketoconazole with food. Next is pruritus and allergic dermatitis. It also causes gynecomastia and irregular menstrual cycle. Ketoconazole estradiolന്റെയും ടെസ്റ്റോസ്റ്റെറോണിന്റെയും സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ gynecomastia and irregular menstrual cycle കോസ് ചെയ്യുന്നു. Drug interactions. Ketoconazole it inhibits mammalian cytochrome P450 more than fungal cytochrome P450. So it has many drug interactions. First one is ketoconazole increases serum concentration of cisapride, terfenadine, estamizole and quinidine and leading to arrhythmia. It also raises plasma concentration of warfarin, cyclosporin, tacrolimus and HMG-CoA reductase inhibitors. Rifampicin and phenytoin accelerate ketoconazole metabolism and reduces its efficacy.
With H2 receptor blockers, proton pump inhibitors and antacids, it decreases ketoconazole absorption and by decreasing the gastric acidity. We have already discussed this thing in the absorption of ketoconazole. That is, ketoconazole is better absorbed in acidic pH. Then ketoconazole and other azoles. It shows drug interactions with amphotericin B, ketoconazole, which inhibit the synthesis of ergosterol, and it should not be used along with amphotericin B because here depletion of membrane ergosterol reduces the binding site of amphotericin B. Ketoconazole amphotericin B യുടെ കൂടെ കൊടുക്കുന്നില്ല. Ketoconazole മാത്രമല്ല മറ്റ് azoles amphotericin B യുടെ കൊടുക്കുന്നില്ല. ഇവിടെ ketoconazole or azoles എന്ന് പറയുന്നത് ergosterolന്റെ synthesisനെ inhibit ചെയ്യുന്നു. So ഇവിടെ amphotericin കൂടെ കൊടുക്കുമ്പോൾ amphotericinന്റെ binding siteനെ ഇവിടെ reduce ചെയ്യുന്നു. ergosterolന്റെ depletion ergosterolന്റെ ആ ഒരു membrane ergosterolന്റെ ആ ഒരു ലെയറിനെ depletion ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ binding site amphotericinന്റെ binding site reduce ചെയ്യുന്നു. Fluconazole. Absorption from GIT. No acidic pH is needed for their absorption. Half-life is 27 to 37 hours. Administered orally as well as parenterally. Therapeutic use: vulvovaginal, oropharyngeal, mucocutaneous and systemic candidiasis. Then Candida urinary tract infection. Candida endophthalmitis. Endophthalmitis means it's an inflammation affecting in the inner eye. Meningeal cryptococcosis and meningeal coccidioidomycosis. ഇതിൽ ബാക്കിയുള്ള ടേംസ് ഒക്കെ ഞാൻ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. Adverse effects: nausea, vomiting, diarrhea, headache, rashes. And also increase in serum transaminase and alopecia also occurs on prolonged therapy. Itraconazole requires low gastric pH for absorption, wider tissue distribution except CSF, metabolized in liver, excreted in bile, longer half-life. Therapeutic use: long-term suppressive treatment of disseminated or chronic pulmonary histoplasmosis in AIDS patients. Then non-meningeal blastomycosis orally ആയിട്ട് കൊടുക്കുന്നുണ്ട്. Then cutaneous and extracutaneous porotrichosis. Porotrichosis is a fungal infection caused by Sporothrix. Then oropharyngeal cutaneous candidiasis, ringworm, fungal nail infection and extensive tinea versicolor. Tinea versicolor, it's a fungal infection affecting the normal pigmentation of skin. Adverse effects: headache, nausea, epigastric distress, hypokalemia, hypertension and edema. Drug interactions: antacids, H2 blockers, PPI ഒക്കെ cause ചെയ്യുന്നുണ്ട്. ഇവിടെ ketoconazole കാണിക്കുന്ന പോലെ തന്നെ drug interactions itraconazole കാണിക്കുന്നുണ്ട്. Antacids H2 blockers PPI ആയിട്ട് കൊടുക്കുമ്പോൾ itraconazoleന്റെ absorption അത് impair ചെയ്യുന്നു. Then with cisapride and estamizole, itraconazole inhibit the metabolism of cisapride and estamizole and terfenadine, and it causes the increase in plasma concentration which results in severe arrhythmia and even death. Itraconazole also inhibit the metabolism of triazolam and midazolam and potentiate their or prolong their hypnotic effect of these drugs. Then rifampicin and phenytoin and carbamazepine accelerate the metabolism of itraconazole and reduce its efficacy. Voriconazole, second generation triazole, higher oral bioavailability, low protein binding, half-life is about 6 hours. Therapeutic use: it is used in invasive aspergillosis and esophageal candidiasis. Posaconazole, newer triazole, orally well absorbed
plasma half-life 25 hours, rapidly distributed in body tissues, metabolized by liver. Therapeutic use broader spectrum against Candida aspergillus infection. Topical azoles, clotrimazole, miconazole, ketoconazole, butaconazole, oxyconazole, sulconazole, terconazole, tioconazole, sertaconazole. Clotrimazole familiar ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ്. മോസ്റ്റ് ഓഫ് ദ റിംഗ് worm ഇൻഫെക്ഷൻസിന് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് ക്ലോട്രിമസോൾ. ദെൻ കീറ്റോകോണസോൾ നമ്മൾ ഓൾറെഡി കീറ്റോകോണസോൾ ഡിസ്കസ് ചെയ്തതാണ്, ടോപ്പിക്കലും യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഈ ഒരു ഡ്രഗ്സുകൾ, അതായത് ക്ലോട്രിമസോൾ, മൈക്കോണസോൾ, കെറ്റോകോണസോൾ, ബ്യൂട്ടക്കോണസോൾ, ഓക്സിക്കോണസോൾ, ഇവിടെ കാണുന്ന ഡ്രഗ്സ് ഒക്കെ ടീനിയ കോർപ്പോസസ്, ടീനിയ പെഡിസ്, ടീനിയ ക്രൂറൈസ്, ടീനിയ വെർസിക്കോളാർ, then cutaneous oropharyngeal and vulvovaginal candidiasis ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ടീനിയ കോർപ്പോസസ്, ടീനിയ പെഡിസ്, ടീനിയ ക്രൂറൈസ് ആൻഡ് ടീനിയ വെർസിക്കോളാർ എന്ന് പറയുന്നതൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ്. സ്കിന്നിലൊക്കെ കാണുന്ന തരം ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ് ഇവര്. ദെൻ സെബോറിക് ഡെർമറ്റൈറ്റിസ് സ്കെയിലി ആയിട്ടുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ്, സ്കിന്നിൽ കാണുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻസ് ആണിത്. ദെൻ ഷാംപൂ ആയിട്ട് കെറ്റോകോണസോൾ ഈ ഒരു സെബോറിക് ഡെർമറ്റൈറ്റിസിന് യൂസ് ചെയ്യുന്നുണ്ട്. Then topical azoles corticosteroids ആയിട്ട് ആ ഒരു ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻസിലും അവൈലബിൾ ആണ്. Flucytosin, it's a fluorinated analog of cytosin. Mechanism of action, flucytosin transported to fungal cells with the help of cytosin permease enzyme. Cytosin permease enzyme ന്റെ ഹെൽപ്പോടുകൂടി flucytosin fungal സെൽസിലോട്ട് എത്തുന്നു. അവിടെ വെച്ച് ഫ്ലൂസൈറ്റോസിനെ 5-fluorouracil ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ബൈ ഫംഗൽ സൈറ്റോസിൻ ഡീഅമിനേസ് എൻസൈം. സൈറ്റോസിൻ ഡീഅമിനേസ് എൻസൈം വെച്ചിട്ട് 5-fluorouracil ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പിന്നീട് അത് മെറ്റബോളൈസ് ചെയ്തിട്ട് 5-fluoro-deoxyuridine മോണോഫോസ്ഫേറ്റ് ആകുന്നു. ഈ 5-fluorouracil തൈമിഡിലേറ്റ് സിന്തറ്റീസിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. തൈമിഡിലേറ്റ് സിന്തറ്റീസ് എന്ന് പറയുന്നത് ഡിയോക്സിയൂറിഡിൻ മോണോഫോസ്ഫേറ്റിൽ നിന്നും തൈമിഡിൻ മോണോഫോസ്ഫേറ്റ് ഉണ്ടാവുന്നത് തൈമിഡിലേറ്റ് സിന്തറ്റീസ് വഴിയാണ്. ഈ ഒരു തൈമിഡിലേറ്റ് സിന്തറ്റീസിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ അവിടെ ഫംഗൽ DNA സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഇതാണ് ഇവിടുത്തെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഇവിടെ സെലക്റ്റീവ്ലി ടോക്സിക് ആണ്, ഫംഗൽ സെല്ലിനെ എഫക്ട് ചെയ്യുന്നുള്ളൂ ആൻഡ് നോട്ട് ദി ഹോസ്റ്റ് സെൽ. Pharmacokinetics, well absorbed, plasma half-life is 3 to 6 hours, excreted unchanged in urine. Therapeutic use, combination therapy. It is used in candidiasis, cryptococcal meningitis. Adverse effect, bone marrow depression. And it also causes nausea, vomiting, epigastric distress and skin rashes. It has a narrow therapeutic window with an increased risk of toxicity at higher drug levels. So as a result, it is nicknamed as fluotoxin. Go through miscellaneous topical agents. Cyclopyroxolamine, tolnaphthate, chloroquinol, naphthepin, butinafin, topical azoles. Naphthepin, butinafin, terbinafin, topical allylamines ആണ്. Terbinafin we have already discussed. It is also used as a topically. And naphthepin topically cutaneous dermatophytosisനും candida infectionsനും യൂസ് ചെയ്യുന്നുണ്ട്. Butinafin tinea infectionsനാണ് യൂസ് ചെയ്യുന്നത്. Cyclopyroxolamine, cream and lotion for topical treatment. Dermatomycosis, cutaneous candidiasis, tinea versicolor infections ക്രീമും ലോഷൻസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ടോപ്പിക്കലി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. Then inhibit membrane uptake of amino acids and ions. അമിനോ ആസിഡ്സും അയോൺസും ഒക്കെ ഫംഗൽ ഗ്രോത്തിന് ആവശ്യമുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു അപ്ടേക്ക്, മെംബ്രെയിൻ അപ്ടേക്ക് ഇൻഹിബിറ്റ് ചെയ്യുന്നു. Then next drug tolnaphthate, synthetic antifungal drug ആണ്. Distorts hyphae and mycelial growth of yeast-like fungi and molds. Dermatomycosis യൂസ് ചെയ്യുന്നുണ്ട് as a topical and it is very effective. Chloroquinol,
dermatophytosis, tinea barbae and seborrheic dermatitis infectionsലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ vaginal creams ആയിട്ട് അവൈലബിൾ ആണ് for monolyle and trichomonas vaginitis. Benzoic acid, it has antifungal and antibacterial property. Hyperkeratotic lesions, it is used in combination with salicylic acid. Irritation and burning sensation are experienced by many patients. Quinidoclor, by oral route, it is used as a luminal amebicide. It also has weak antifungal and antibacterial property. External application ആയിട്ട് dermatophytosis, mycosis barbae, seborrheic dermatitis, infected eczema, furunculosis. Furunculosis എന്ന് വെച്ചാൽ deep hair follicle ഉണ്ടാവുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. Then pityriasis versicolor. Pityriasis versicolor, it's a skin infection. സ്കിന്നിലൊക്കെ പാച്ചസ് ആയിട്ട് കാണുന്ന ഒരു തരം ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ്. Quinidoclor, it is also used as vaginal creams for monolyle and trichomonas vaginitis. Next drug, sodium thiosulfate, weak fungistatic ആണ്. Then a 20% solution is applied twice daily for 3 to 4 weeks and is effective in pityriasis versicolor. Other superficial mycosis is effective അല്ല. Linic acid, it's a fungistatic used topically, generally in combination with zinc salt. Cure rates are low even after prolonged treatment. Used for tinea pedis, nappy rash and tinea cruris. Irritation and sensitization are infrequent. സോ നമ്മൾ ഇന്ന് ആന്റി ഫംഗൽ ഡ്രഗ്സ് ആണ് ഇവിടെ നോക്കിയത്. അപ്പൊ ഇവിടെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാം. ഈ ഒരു പിക്ചറിൽ ക്ലിയർ ആയിട്ട് മെക്കാനിസം ഓഫ് ആക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓരോ ഡ്രഗ്സിന്റെയും എക്കിനോകാൻഡിൻസ് എങ്ങനെയാണ് 1,3-ബീറ്റാ ഗ്ലൂക്കാനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതും, റീസോഫൾവിൻ മൈക്രോട്യൂബ്യൂൾസിനെ ഇന്റർഫിയർ ചെയ്യുന്നത്, പിന്നെ ആംഫോടെറിസിൻ ബി എർഗോസ്റ്റിറോൾഡ് ഒരു സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്, ദെൻ അസോൾസ് വന്നിട്ട് എങ്ങനെയാണ് എർഗോസ്റ്റിറോളിന്റെ ബയോസിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്, ആൻഡ് ടെർബിനാഫിൻ സ്ക്വാലിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു, അവര് ലാനോസ്റ്റിറോളിനെ എർഗോസ്റ്റിറോളിന്റെ ബയോസിന്തസിസിനെ എഫക്ട് ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് ഫ്ലൂസൈറ്റോസിൻ എങ്ങനെയാണ് പെർമിയബിൾ ചെയ്യുന്നതും, ഏതൊക്കെ എൻസൈം ആണ് ഇൻവോൾവ് ആക്കുന്നതും, പിന്നെ അവിടെ തൈമിഡിലേറ്റ് സിന്തറ്റേസിനെ ബ്ലോക്ക് ചെയ്യുന്നതും, DNA സിന്തസിസിനെ ബ്ലോക്ക് ചെയ്യുന്നതൊക്കെ ക്ലിയർ ആയിട്ട് ഇവിടെ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ടെക്സ്റ്റ് മീ ആൻഡ് ഹാവ് എ നൈസ് ഡേ.